ഹായ് ഫ്രണ്ട്സ്, ഒരുത്തൻ 7 വർഷം കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിന് 40 കിലോയുള്ള സ്വർണ്ണക്കട്ട അവന് കൊടുക്കുകയാണ്. ആ മണ്ടൻ ഇതും വെച്ച് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. കഥയുടെ തുടക്കം ഹീറോ രാവിലെ എഴുന്നേൽക്കുകയാണ്. ഹീറോ ഒരു പണക്കാരൻ്റെ വീട്ടിൽ 7 വർഷം അടിമയായി ജോലി ചെയ്യുകയാണ്. ഇന്ന് കോൺട്രാക്ട് അവസാനിക്കുകയാണ്. അത് കാരണം അവൻ തിരിച്ചു പോകാൻ വേണ്ടി അവൻ്റെ ഡ്രസ്സുകളും പിന്നെ കടലിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് മുതലാളി അടുത്തേക്ക് പോവാണ്. മുതലാളി പറയുകയാണ്, നീ ഇന്ന് പോകുകയല്ലേ, നീ ഇവിടെ നിൽക്കുന്ന എനിക്കിഷ്ടമായിരുന്നു, നിന്നെപ്പോലെ ഒരു നല്ല ജോലിക്കാരനെ വേറെ എങ്ങും കിട്ടാനില്ല, നീ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. നീ അങ്ങോട്ട് പോയിട്ട് ആരെ കാണാനാണ്? അപ്പോൾ അവൻ പറയാണ്, എനിക്കൊരു അമ്മയുണ്ട്, കടലിൻ്റെ അടുത്താണ് ആ വീട്, എൻ്റെ വീട്, അങ്ങോട്ടേക്ക് ഞാൻ പോകുകയാണ് എന്ന്. നിനക്ക് എത്ര പൈസ തന്നാലും മതിയാകില്ല, എന്തായാലും നീ ഇത്രയും നാൾ നിന്നതിന് 100 കോയിനെങ്കിലും തരണം. പക്ഷെ ഞാൻ അതൊന്നും തരുന്നില്ല, അതിന് പകരം ഒരു സ്വർണ്ണക്കട്ട കൊടുക്കുകയാണ്. അതിനുശേഷം പറയാണ്, 100 കോയിനെക്കാട്ടും സ്വർണ്ണക്കോയിനെക്കാട്ടും വിലയുള്ളതാണ്, നിനക്ക് ഇഷ്ടമുള്ള എന്തും ഇതും കൊണ്ട് മേടിക്കാമെന്ന് പറയാണ്. അപ്പോൾ അവന് സന്തോഷത്തോടെ ഹീറോ വീട്ടിലേക്ക് പോകുകയാണ്. പോകുന്ന വഴിയിൽ ഇവളാണ് ഈ കഥയിലെ ഹീറോയിനി. ഇവളാണെങ്കിൽ വ്യാപാരത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഏലം, ചുക്ക് എന്നീ സാധനങ്ങളെല്ലാം വിൽക്കാനായാണ് പോകുന്നത്. ഈ പെണ്ണിനെ കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് ഇഷ്ടമാവുന്നു. പെണ്ണെ, നിന്നെ കാണാൻ എന്ത് സുന്ദരിയാണ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ വ്യാപാരത്തിന് പോകുകയാണ്, ഞങ്ങളുടെ സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനായി പോകുകയാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ കടൽ കടന്ന് പോകണോ? അപ്പോൾ തന്നെ അവൾ ഞെട്ടുകയാണ്. കാരണം അവൾ കടലിൽ പോകണമെന്നൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിലായിട്ട് അവൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇല്ല, ഈ നാട്ടിൽ തന്നെയാണ് ഞങ്ങൾ വ്യാപാരം ചെയ്യുന്നതെന്ന് പറയുന്നു. അതിനുശേഷം അവൾ വ്യാപാരത്തിനായി പോവുകയാണ്. അവൻ ആ സ്വർണ്ണക്കട്ട പൊതിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. സ്വർണ്ണമായി നടക്കുമ്പോൾ അവന് തീരെ വയ്യ, ഭയങ്കര കനമായതുകൊണ്ട് അവൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കുതിരയുടെ പുറത്ത് കയറി വരികയാണ്. അയാൾ ചോദിക്കുകയാണ്, എന്ത് പറ്റി ഇവിടെ ഇരിക്കുന്നതെന്ന്. എനിക്കാണ് 7 വർഷം ജോലി ചെയ്തതിന് എനിക്ക് സ്വർണ്ണക്കട്ട തന്നിരുന്നു, അതുകൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര പാടാണ്, ഇനി ഒരുപാട് ദൂരം നടക്കണമെന്ന്. സ്വർണ്ണമോ ശരിക്കുമുണ്ടോ, ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ കാണിച്ചു കൊടുക്കുവാണ്. 7 വർഷം ഇവൻ ജോലി ചെയ്യുന്നു, ഇത്രയും വലിയ സ്വർണ്ണമൊക്കെ കൊടുക്കുമോ എന്ന് അവൻ ചിന്തിക്കുകയാണ്. നീ ഒരു ഭാഗ്യവാനാണെന്ന് പറയുന്നു. അപ്പോഴത്തേക്കിന് അവൻ പറയുകയാണ്, ഞാനോ ഈ സ്വർണ്ണക്കട്ടയും കൊണ്ട് ഞാൻ അത്രയും ദൂരം നടക്കണ്ടേ, എനിക്ക് തീരെ വയ്യ, നിങ്ങളാണ് ഭാഗ്യവാൻ, നിങ്ങൾക്കൊരു കുതിര ഉണ്ടല്ലോ, അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരെ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോഴേ അവന് മനസ്സിലാവും ഇവനൊരു മണ്ടനാണ്. അപ്പോൾ ഹീറോയോട് അവൻ പറയുകയാണ്, നീ ഒരു പാവമായെന്നാണ് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് തന്നെ നീ എനിക്ക് ആ സ്വർണ്ണക്കട്ട തരുമ്പോൾ നിനക്ക് ഞാൻ എൻ്റെ കുതിരയെ തരാമെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് സന്തോഷമാകുന്നു. നിങ്ങൾ എനിക്ക് കുതിരയെ തരുമോ? എങ്കിൽ ഞാൻ കുതിര എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണക്കട്ട അവൻ്റെ കൊടുക്കുകയാണ്. അതിൻ്റെ മൂല്യം പോലും അറിയാതെ അവൻ ആ സ്വർണ്ണക്കട്ട കൊടുത്തു. അതിനുശേഷം കുതിരയുടെ പുറത്ത് കയറി അമ്മയെ കാണാനായി പോവുകയാണ്. കുറച്ച് ദൂരം കുതിരയായിട്ട് പോയപ്പോൾ അവന് ഭയങ്കര രസം തോന്നി. കുതിര നന്നായി ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് നിന്നപ്പോൾ കുതിര പോകുന്നില്ല. കുതിര അങ്ങോട്ടേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ടൊന്നും കുതിര അനങ്ങുന്നില്ല, ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവന് ദേഷ്യമായി, കുതിരയോട് ദേഷ്യപ്പെടുവാണ്. ഉടനെ കുതിര അവനെ പിടിച്ച് താഴേക്കിടുന്നു. അവനാണെങ്കിൽ താഴെ വീണ് ബോധവും പോയി. കുറച്ചു നേരത്തിന് ശേഷം അവൻ ഉണരുമ്പോൾ വേറൊരാൾ കുതിരയായിട്ട് വരികയാണ്. ഇത് നിങ്ങളുടെ കുതിരയാണോ? അത് എൻ്റെ കുതിരയാണ്, ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ട്. എനിക്കത് തോന്നുന്നില്ലല്ലോ, ഇതിനൊരു കുഴപ്പമില്ലല്ലോ. അല്ല, ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ഈ കുതിരയ്ക്ക് വരെ ആ നിൽക്കുന്ന ആ പശു മതിയായിരുന്നു, അതാകുമ്പോൾ പാലെങ്കിലും തരുമായിരുന്നു. ഈ കുതിരയെ കൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പശുവിനെ വേണം നിങ്ങൾ എടുത്തോ, എനിക്കതിന് പകരം ഈ കുതിരയെ തന്നാൽ മതിയെന്ന്. യഥാർത്ഥത്തിൽ അവനൊരു മണ്ടനാണെന്ന് അയാൾക്ക് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നായകനാണെ പറ്റിക്കപ്പെട്ടു എന്നറിയാതെ ആ പശുവിനെ കൊണ്ട് പോവുകയാണ്. അദ്ദേഹം ആ കുതിരയും കൊണ്ട് പോകുന്നു. അതിനുശേഷം പശുവിനെ കൊണ്ട് കുറച്ച് നടന്നു പോകുമ്പോൾ ഒരു മാർക്കറ്റിലേക്ക് വരികയാണ്. ആ സമയം ഹീറോയിനി അവിടെ ഉണ്ടായിരുന്നു. ഹീറോയിനിയുടെ അച്ഛനെയും കൂട്ടി അവിടെ നിൽക്കുന്നത് കണ്ട്, സുന്ദരി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നു. എന്നെ സുന്ദരി എന്ന് വിളിക്കേണ്ട, എൻ്റെ പേര് എലിസബത്ത് എന്നാണ്, എൻ്റെ പേര് ആൻസ് എന്നുമാണെന്ന് പറയുന്നു. അതിനുശേഷം ഈ പശുവിനെ എവിടുന്ന് കിട്ടി? എനിക്ക് ആദ്യമേ മുതലാളി എനിക്ക് ഒരു സ്വർണ്ണക്കട്ട തന്നു. ആ സ്വർണ്ണക്കട്ടയും കൊണ്ട് പോയപ്പോഴാണ് എനിക്ക് കുതിരയെ കണ്ടത്. അതിനെ ഇഷ്ടപ്പെട്ട് ഞാൻ കുതിരയെ വാങ്ങിച്ചു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ പശുവിനെ മേടിച്ചെന്ന്. നിനക്ക് എന്താ പറ്റിയത്? എത്രയും വിലയുള്ള സ്വർണ്ണക്കട്ടയായിരുന്നു, നിനക്ക് അതും വെച്ച് വലിയ വീടുകൾ വെക്കാമായിരുന്നു, എന്തെല്ലാം ചെയ്യാമായിരുന്നു, നീ എന്തിനാ അത് നശിപ്പിച്ചത്? അതിന് ശേഷം നീ കുതിരയെ മേടിച്ചു. ആ കുതിരയുടെ മൂല്യം പോലും അറിയാതല്ലേ ഈ പശുവിനെ മേടിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഹീറോ പറയാണ്, എനിക്ക് സ്വർണ്ണമോ പൈസയുടെ ആവശ്യമല്ല, എനിക്ക് എന്തിൻ്റെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് വേണ്ടത്, എനിക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം മതി, അല്ലാതെ കൊട്ടാരം കെട്ടി എല്ലാവരും ജോലി ഏൽപ്പിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. അവൻ്റെ നിഷ്കളങ്കമായ വർത്താനം കേട്ടിട്ട് ഹീറോയിനിക്ക് അവനോടൊരു ഇഷ്ടം തോന്നി. അവൻ പശുവായിട്ട് യാത്ര തുടങ്ങുകയാണ്. കുറച്ച് ദൂരം നടന്നപ്പം തന്നെ അവന് ദാഹിക്കാൻ
ദാഹിക്കാൻ തുടങ്ങി. ഇനി വെള്ളത്തിനായി ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ പശുവിന് പാലുണ്ടല്ലോ, ഈ പാല് മതി എന്ന് പറഞ്ഞ് അവൻ പാലെടുക്കാൻ നോക്കുന്നു. എന്നാൽ പശുവിന് പാല് കിട്ടുന്നില്ല. അവൻ പശുവിനോട് പറഞ്ഞു, പശുവേ, എനിക്ക് ഇച്ചിരി പാല് താ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ ശ്രമിച്ചിട്ടെങ്കിലും പാല് കിട്ടുന്നില്ല. എന്നാൽ അവൻ പശുവിനോട് ദേഷ്യപ്പെട്ടു. ഉടനെ പശു അവനൊരു ചവിട്ട് കൊടുത്തു, നേരെ താഴേക്ക്. പെട്ടെന്ന് അവൻ മയങ്ങി വീണു. കുറച്ചു നേരത്തിന് ശേഷം ഒരു പന്നി വന്ന് അവനെ നക്കിയപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. അവന് ആ പന്നിയെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഒരു കശാപ്പുകാരൻ അങ്ങോട്ടേക്ക് വരുവാണ്. നിനക്ക് എന്താ പറ്റിയേ? നീ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, ഇച്ചിരി വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ഈ പശുവിനെ കൊണ്ട് മടുത്തു, ഈ പശുവിൻ്റെ പാല് പോലും കിട്ടുന്നില്ല, എനിക്ക് ഈ പശുവിനെ വേണ്ട, ഇതിന് പകരം ഈ പന്നിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അപ്പോൾ അവന് മനസ്സിലാണ് ഇവനൊരു മണ്ടനാണെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, നീ എന്നാ ഈ പശുവിനെ എനിക്ക് തന്നാൽ നീ ഈ പന്നിയെ കൊണ്ടുപോയിക്കൊള്ളാം. ശരിക്കും ഈ പന്നി എനിക്ക് തരുമോ? നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അവൻ സന്തോഷത്തോടെ അവൻ ആ പന്നിയെ കൊണ്ടുപോവുകയാണ്. അവൻ നടന്നു പോകുമ്പോൾ ഒരാൾ അടുത്തേക്ക് വരികയാണ്. നീ എങ്ങോട്ടേക്ക് പോകുകയാണ്? ഞാൻ ദേ അങ്ങോട്ടേക്കാണ്. ഞാനും അങ്ങോട്ട്, നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞു അവർ ഒന്നിച്ച് നടന്നു പോകുകയാണ്. ഇതേ സമയം നായികയുടെ അച്ഛനുമായി വന്ന ആ വണ്ടി, കുതിരവണ്ടിയുടെ ടയർ തകർന്നു പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക്ഷോപ്പിൽ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നായിക അവിടുന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. അതേസമയം നായകനും കൂടെയുള്ള ആ പുള്ളിയും കൂടെ നടന്നു പോകുമ്പോൾ ആ പുള്ളി ചോദിക്കുകയാണ് നായകനോട്, ഈ പന്നിയായിട്ട് നീ എങ്ങോട്ട് പോവുകയാണെന്ന്. അപ്പോൾ അവൻ്റെ കഥകൾ പറയുകയാണ്. ആ കഥകൾ കേട്ടപ്പോൾ അവന് മനസ്സിലായി ഹീറോ ഒരു മണ്ടനാണ്. എല്ലാവരും ഹീറോയെ പറ്റിച്ചത് കൊണ്ട് തന്നെ ഞാനും അവനെ പറ്റിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു. നിനക്കൊരു ഡീല് ഞാൻ തരാം. നീ എനിക്ക് ഈ പന്നിക്കുട്ടിയെ തരുമോ? ഞാൻ പകരമായി ഈ അരയന്നത്തെ തരാം. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഈ പന്നിക്കുട്ടിയെ മതി. പക്ഷേ എനിക്ക് മാത്രം എന്താ ഇവനെ പറ്റിക്കാൻ പറ്റാത്തത്? അങ്ങനെ വിട്ടുകൂടാ, എന്തായാലും ഇവനെ പറ്റിക്കണം. അതുകൊണ്ട് തന്നെ ഇവനോട് പറയുകയാണ്, എടാ, ഈ പന്നി ഏതോ വലിയ രാജാവിൻ്റേതായിരുന്നു, അയാൾ ഇപ്പോൾ കാണാതെ പോയെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ നടക്കുമോ? ആരാണ്ട് കട്ടോണ്ട് പോയ പന്നിയാണ്, നീയാണ് കട്ടോണ്ട് പോയെങ്കിൽ നിന്നെ അവർ ജയിലിൽ. അതുകൊണ്ട് തന്നെ നീ ഈ അരയന്നത്തെ എടുത്ത് പന്നി എനിക്ക് തന്നേക്ക്, ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറയുന്നു. അയ്യോ, എനിക്ക് ജയിലിൽ കയറാൻ പേടിയാണ്. എന്നാൽ ഇതല്ലേ വഴി നല്ലത്. അപ്പോൾ ഹീറോ വിചാരിച്ചു, എന്നാൽ അവനോട് പറയുകയാണ്, ശരി, നിന്റെ അരയന്നത്തെ എനിക്ക് തരാൻ പറഞ്ഞുകൊണ്ട് അവൻ ഈ അരയന്നത്തെ കൊണ്ട് സന്തോഷമായി പോവുകയാണ്. മറ്റവൻ അവനെ പറ്റിച്ച സന്തോഷത്തിന് അവൻ ആ പന്നിയെ കൊണ്ടും പോകുന്നു. ഇതേ സമയം നായിക അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അവിടെ എന്തോ ഒരു പാർട്ടി നടക്കുന്നത് കണ്ടത്. അവളും അവിടേക്ക് പോവുകയാണ്. അവിടെയുള്ളവർ അവൾക്കൊരു വൈൻ കൊടുക്കുന്നു. അവൾ ആ വൈൻ രുചി നോക്കിയിട്ട് അവൾ തുപ്പിക്കടയുവാണ്. എന്തിന് കൊള്ളാം, ഈ വൈൻ ഒരു രുചിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിന് നല്ല ടേസ്റ്റ് അല്ലേ, ഞങ്ങളിവിടെ ഉള്ളവർ ഈ വൈനാണ് ഈ രുചിയോടെ കഴിക്കുന്നത്, ഇച്ചിരി ടേസ്റ്റ് കുറവുണ്ടായിരിക്കും, ഇതിൽ കൂടുതൽ വൈനും നല്ലതൊന്നും ഇവിടെ കിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു വൈൻ തരാമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള വൈൻ കൊണ്ട് അവൻ്റെ കൊടുക്കുകയാണ്. ആ വൈൻ രുചിച്ച അദ്ദേഹത്തിന് ആ വൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും രുചിയുള്ള വൈനോ? ഈ നിങ്ങളുടെ കയ്യിൽ ഇനിയും ഉണ്ടോ വൈൻ? ഞങ്ങളിവിടെ വ്യാപാരത്തിന് വന്നാണ്, ഈ വൈനും വിൽക്കാൻ വന്നാണ്. എനിക്ക് ഈ വൈൻ തരുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണേലും പൈസ തരാമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ഫുൾ വൈനും അദ്ദേഹം മേടിച്ചു. അതിനുശേഷം പൈസ കൊടുത്തു. ഇത് അവളുടെ അച്ഛൻ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. നീ എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി, ഇത്ര നാളും ഇത് വിറ്റു പോകാത്ത ഇത്രയും വൈൻ നീ ഒന്നിച്ചു വിറ്റല്ലോ എന്ന് പറഞ്ഞ് അവളെ അഭിനന്ദിക്കുകയാണ്. അവൾ അച്ഛനോട് പറയുകയാണ്, എനിക്കൊരാഗ്രഹമുണ്ട്, കടൽ കാണാൻ പോകണമെന്ന്, എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമോ? അച്ഛൻ പറഞ്ഞു, വേണ്ട, അത് മാത്രം പറ്റില്ലെന്ന്. അതിനുശേഷം അവരങ്ങോട്ടേക്ക് പോകുമ്പോൾ അവളുടെ സങ്കടം കണ്ട് അച്ഛൻ പറഞ്ഞു, ശരി, നമുക്ക് കടൽ കാണാൻ പോകാമെന്ന് പറയുന്നു. അതിനുശേഷം അങ്ങോട്ടേക്ക് പോവുകയാണ്. അതേസമയം ഹീറോയെ കാണിക്കുന്നു. നായകൻ അരയന്നത്തെ കൊണ്ട് നടന്നു പോയപ്പോൾ ഒരാൾ വാള് മൂർച്ച വെക്കുകയാണ്. അയാളുടെ കടയിൽ ആരും വരാത്തത് കൊണ്ട് സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഇവൻ വരുന്നത്. നീ ഈ അരയന്നെ കൊണ്ട് എങ്ങോട്ടേക്ക് പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. ആ കഥകളെല്ലാം കേട്ടപ്പോൾ ഇവനൊരു മണ്ടനാണെന്ന് മനസ്സിലായി. ഇവന് ഞാനും കൂടെ പറ്റിച്ചേക്കാം എന്ന് വിചാരിക്കുന്നു. നീ ഈ അരയന്നത്തെയാണ് അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നത്. അരയന്നമുള്ള വീട് മുടിഞ്ഞു പോകുന്ന നീ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ നീ വീട്ടിലേക്ക് അരയന്നത്തെ കൊണ്ടുപോകണ്ട, അതിന് പകരം ഈ കല്ല് കൊണ്ടുപോയാൽ മതി. ഈ കല്ലിൽ ആയുധമെല്ലാം മൂർച്ച വെക്കാൻ നല്ലതാണ്, ഇത് നിനക്ക് ഉപകാരമായി തീരും.
നിൻ്റെ അമ്മയ്ക്ക് സന്തോഷമാവും, നിനക്ക് വ്യാപാരം നടത്താൻ പറ്റുമെന്ന് പറഞ്ഞ് അവനെ അദ്ദേഹം പറ്റിച്ച് ഒരു പൊട്ടക്കല്ല് അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവൻ വലിയ സന്തോഷത്തോടെ ആ കല്ലും പൊക്കി നടക്കുകയാണ്. കുറച്ച് ദൂരം ആ കല്ലും പൊക്കി നടന്നപ്പം തന്നെ ആ ഹീറോയ്ക്ക് ഭയങ്കരമായി ദാഹിക്കാൻ തുടങ്ങി. എനിക്കിനി വയ്യ, ഈ കല്ല് എന്തിനു ഞാനിങ്ങനെ ചുമക്കുന്നത്, ഇതും കൊണ്ട് എന്താ കാര്യമെന്നെല്ലാം ചിന്തിച്ച് അവനൊരു കിണറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ നോക്കിയാലോ അവിടെയാണെങ്കിൽ കയറില്ല, പാത്രം മാത്രമുണ്ട്. എങ്ങനെ ഞാൻ വെള്ളം എടുക്കുമെന്ന് പറഞ്ഞ് ആ കല്ല് ആ സൈഡിൽ വെക്കുകയാണ്. എന്നാലോ ആ കല്ല് നേരെ ആ കിണറ്റിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഹീറോയ്ക്ക് സങ്കടമാകുകയാണ്. എനിക്ക് ഒരു പ്രയോജനമില്ലാതായി പോയല്ലോ, എൻ്റെ സ്വർണം പോയി, അതിനുശേഷം ഞാൻ അത് മേടിച്ചു, എല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് ഹീറോ വിഷമിക്കുകയാണ്. പിന്നെ ഹീറോയ്ക്ക് തോന്നി, എന്തിനാണ് ഇതെല്ലാം, എൻ്റെ ഇപ്പം കയ്യിൽ ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണല്ലോ, ഇത്രയും നേരം എൻ്റെ കയ്യിൽ ഓരോന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ലാത്തതുകൊണ്ട് സന്തോഷത്തോടെ ഇപ്പോൾ ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞ് ഹീറോ വീട്ടിലേക്ക് ഓടിപ്പോകുകയാണ്. ഹീറോയിനാണെങ്കിൽ കടൽ കാണാൻ അവിടേക്ക് വന്നു. കടൽ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, ഞാൻ ആദ്യമായാണ് കടൽ കണ്ടത്, ഇത്രയും നാളും കടൽ കാണാൻ പറ്റാതെ ഒരു നഷ്ടമായെന്ന് പറഞ്ഞാൽ അച്ഛൻ ആ കടലിലേക്ക് നോക്കി താഴെ മണ്ണിൽ കിടക്കുകയാണ്. സന്തോഷമായി. അപ്പോൾ ഹീറോയ്ക്ക് സന്തോഷമായി. ആ സമയത്താണ് ഹീറോ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടത്. ഹീറോയെ വിളിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇതെൻ്റെ വീടാണ്, ആ കാണുന്നത് എൻ്റെ വീടാണ്, ഞങ്ങളിവിടെയാണ് താമസിച്ചിരുന്നത്, എൻ്റെ അമ്മയെ കാണാൻ 7 വർഷത്തിന് ശേഷം ഞാൻ വരികയാണ്, നീയും കൂടി അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അവൾ സന്തോഷത്തോടെ ഭാവി അമ്മായിയമ്മയെ കാണാനുള്ള ആഗ്രഹത്തോടെ അവൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവനെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഇങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല കഥയായി വരുന്നതായിരിക്കും. ബൈ.